ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, നോമ്പിൻ്റെ പരിശുദ്ധമായ ദിവസങ്ങളോട് നമ്മൾ കടന്നു പോവാണ്. 2026 പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കടന്നു. മാർച്ച് മാസം വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസം, 31 ദിവസം അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ രാത്രി നമുക്ക് ഈശോയോടൊപ്പം കിടന്നുറങ്ങാം. നമ്മൾ നോമ്പിൻ്റെ ദിവസങ്ങളാണ്, അത് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വചനം നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുക. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈശോയിൽ ഒന്നുകൂടെ ഒന്ന് ആശ്രയിക്കാൻ, ഒപ്പം തന്നെ ഈശോ നമുക്ക് വേണ്ടി ചെയ്തു തന്നൊരു വലിയ കാര്യത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇപ്പോൾ നോമ്പ് കാലത്തൊക്കെ നമ്മൾ ഒത്തിരി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഒക്കെ വഴി കൂടുതൽ ഈശോയോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിൽ തടസ്സം നിൽക്കുന്ന പാപങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ ഈ ഒരു ചീഞ്ഞ ജീവിതമൊക്കെ, അത്ര സുഖമില്ലാത്തൊരു പാസ്റ്റൊക്കെ നമുക്ക് ഈശോയുടെ കയ്യിൽ കൊടുത്ത് പുതിയ സൃഷ്ടികളായിട്ട് മാറണം. പൗലോസിലേക്ക് പറയുന്നില്ലേ, ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ സൃഷ്ടികളായിട്ട് മാറുക. അതിനൊരു ചാൻസാണ് ഈശോ എല്ലാ ദിവസവും നമുക്ക് തരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു, ഇന്നിതാ വൈകിട്ട് കിടക്കാൻ പോകുന്നു. എവറി ഡേ ഒരു പുത്തൻ ചാൻസ് നമ്മുടെ മുമ്പിൽ. ഇപ്പം നാളെ മാർച്ച് മാസം തുടങ്ങി നമ്മൾ വിചാരിക്കുകയാണ്, കഴിഞ്ഞ 2 മാസം ഈശോയെ എനിക്ക് നല്ലതൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി, ഞാൻ പാപത്തിലേക്കൊക്കെ വീണുപോയി. എവറി ഡേ ഈസ് എ ന്യൂ ചാൻസ്. അങ്ങനെയല്ലേ ശരിക്കും? നമുക്കൊരു ദിവസം കൂടെ പുതിയതായിട്ട് കിട്ടിയാൽ വീണ്ടും ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്താനുള്ള അവസരം. അതിന് ഏറ്റവും പ്രധാന ഒരു പ്രചോദനമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടതെന്നറിയോ, ഈ ലൈഫ് നമ്മൾ കുറേ അബദ്ധങ്ങളൊക്കെ കാണിച്ചു, മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു, പാവങ്ങളൊക്കെ ചെയ്തു പോയി. പക്ഷേ ഈശോ തൻ്റെ വലിയ സ്നേഹം കൊണ്ട് വീണ്ടെടുത്തൊരു ലൈഫാണ് നമ്മുടേത് എന്നുള്ള ഒറ്റ കാര്യം വേണം നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ തോന്നുകയാണ്, ഈശോയെ ഞാൻ മടുത്തു, അല്ലെങ്കിൽ ഞാൻ എത്ര തീരുമാനം എടുത്തിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ എത്ര ആഗ്രഹിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, മൈ ലൈഫ് ഈസ് വെരി യൂസ്ലെസ് എന്നൊക്കെ, എൻ്റെ ജീവിതം അങ്ങനെ അത്ര കൊള്ളത്തില്ല എന്നൊക്കെ തോന്നിപ്പോകുന്ന സമയങ്ങൾ വന്നേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞു ലൈഫല്ലേ, നമ്മൾ കുഞ്ഞു മനുഷ്യരല്ലേ, കുഞ്ഞു കാര്യങ്ങൾ മതിയായിരിക്കും ചിലപ്പോൾ നമ്മളെങ്കിൽ തൊട്ടാവാടികളായി പോകാൻ. പക്ഷേ ഈ തൊട്ടാവാടി ഒന്ന് ഉണർന്നെഴുന്നേക്കാനുള്ള ഒരൊറ്റ കാരണമാണ് ഈശോ വില കൊടുത്ത് വീണ്ടെടുത്തൊരു ജീവിതമാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 മാസത്തെ എന്നല്ല, നമ്മുടെ ആയുസ് മുഴുവൻ ചിലപ്പോൾ അബദ്ധങ്ങൾ നിറഞ്ഞായിരിക്കാം. അങ്ങനെയൊന്നുമില്ല, അത് ഇച്ചിരി അതിശയോക്തിയാണ്, എങ്കിലും ഒത്തിരി അബദ്ധങ്ങൾ പറ്റിപ്പോയ ലൈഫായിരിക്കാം. പക്ഷേ ഈശോ വീണ്ടെടുത്തൊരു ലൈഫാണ് എൻ്റേതും നിൻ്റേതും. അത് ഈശോ വീണ്ടെടുത്തത് എങ്ങനെയാണെന്ന് പത്രോസിലൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നുണ്ട്. ഇങ്ങനെ വിലയില്ലാത്ത എന്തോ കൊണ്ടോ, ഇല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, തൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്താണ്. ബൈബിൾ ഭാഗം നിങ്ങൾ എടുക്കണം. ഈ ഒരു വചനഭാഗം നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിച്ചത് പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 18ഉം 19ഉം വാക്യങ്ങൾ. 1 Peter chapter 1 verse 18 and 19. വചനം ഒന്ന് ഒരുമിച്ച് വായിച്ചു നോക്കണേ. പിതാക്കന്മാരിൽ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുവിൻ. അതായത് നമ്മുടെ ആ ഒരു കഴിഞ്ഞ ലൈഫ് പാപം നിറഞ്ഞായിരിക്കാം, മണ്ടത്തരങ്ങൾ പറ്റിപ്പോയതായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രത്യാശയില്ലാതെ ഇങ്ങനെ ചുമ്മാ ചമ്മി ചീഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ട് ആര്? ഈ ലൈഫ് യൂസ്ലെസ് ആണ്, എൻ്റെ ജീവിതം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാലും ഈ ജീവിതത്തെയാണ് ഈശോ വില കൊടുത്ത് വീണ്ടെടുത്തേക്കണേ. അത് പത്രോസിലേക്ക് പറയണത് ചുമ്മാ സ്വർണ്ണോ വെള്ളിയും കൊടുത്തിട്ടൊന്നുമല്ല. 19ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് അത്രേ. അവർ ലൈഫ് ബിക്കം സോ പ്രഷ്യസ്. ഈശോയുടെ ആ തിരുരക്തം, ഈശോയുടെ ജീവിതം തന്നെ ഈശോ നമുക്ക് തന്ന് വീണ്ടെടുത്ത അത്ര മൂല്യമേറിയ ഒരു ജീവിതമാണ് നമ്മുടെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? നീ ഇപ്പോൾ കടന്നു പോകുന്നത് എത്ര മോശപ്പെട്ടൊരു അവസ്ഥയാണെങ്കിലും ചിലപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ കൊള്ളത്തില്ല, എൻ്റെ ലൈഫ് അങ്ങനെ കൊള്ളത്തില്ല എന്നൊക്കെ തോന്നിപ്പോകുന്ന സമയങ്ങൾ ഇറ്റ് ഹാപ്പൻസ് അല്ലേ? ചിലപ്പോൾ ചില സങ്കടങ്ങൾ വന്നിട്ടോ, ചില മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടോ, ചിലപ്പോൾ ചതിക്കപ്പെട്ടിട്ടോ, വലിയ വിഷമത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ തോന്നിയേക്കാം മൈ ലൈഫ് ഈസ് യൂസ്ലെസ്, കൊള്ളത്തില്ല എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇപ്പോൾ ഈശോയുടെ കുഞ്ഞ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമാണ്, ലോകം മുഴുവൻ ഇത് കൊള്ളത്തില്ലെന്ന് പറയുമ്പോഴും ചിലപ്പോൾ നീ തന്നെ ഈ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് എൻ്റെ ലൈഫ് കൊള്ളത്തില്ലെന്ന് തോന്നി നീ തന്നെ വിധി എഴുതിയാലും ഈശോ വീണ്ടെടുത്തൊരു ജീവിതമാണ് കുഞ്ഞെ. അതങ്ങനെ നമുക്ക് വെറുതെ കളയാനുള്ളതല്ല, അവിടെ ഇവിടെയും കേൾക്കുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് കളയാനുള്ളതല്ല, നമ്മുടെ മനസ്സിലുള്ള നിരാശയ്ക്കനുസരിച്ച് ഇതിനെ താഴ്ത്തി കളയാനുള്ളതല്ല. ഈശോ വില കൊടുത്ത് വീണ്ടെടുത്താണ്, തൻ്റെ അമൂല്യ രക്തം കൊണ്ട് വീണ്ടെടുത്താണ്. നോമ്പുകാലത്ത് പ്രത്യേകിച്ച് അത് ഓർത്തേക്കണം. ഈശോയുടെ പീഡാസനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അമൂല്യ രക്തം കൊണ്ട് വീണ്ടെടുത്ത്, ദാറ്റ്സ് അവർ അഡ്രസ് കേട്ടോ. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങ്. യുവർ ലൈഫ് ഈസ് വർത്ത്. എത്ര വിലയുള്ളതാണെന്ന് ചോദിച്ചാൽ ഈശോയുടെ രക്തത്തിൻ്റെ അത്രയും വിലയുള്ളൊരു ജീവിതമാണ്, ചുമ്മാ കളയാൻ നമുക്കില്ല. ശാന്തമായിട്ട് കിടന്നുറങ്ങുക. നാളെ പുതിയൊരു പ്രതീക്ഷയോടെ, പുത്തൻ ഉണർവോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഉണ്ടാവട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുരക്തം നിനക്ക് ഇന്ന് രാത്രി സംരക്ഷണമായിട്ട് ഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.